ഇന്നത്തെ റെസിപ്പി ഒരു ഈസി പുളിയിഞ്ചിയാണ്. ഇത് എൻ്റെ വീട്ടിലൊക്കെ പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ്. ഇഞ്ചിക്കറിയായിട്ട് ഇതിന് വ്യത്യാസങ്ങളുണ്ടാവും, എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1/2 കിലോ പുളി നന്നായിട്ട് ചൂടുവെള്ളം ചേർത്ത് പിഴിഞ്ഞ് അതിൻ്റെ ആ ജ്യൂസൊക്കെ എടുത്തിട്ട് ഈ ചട്ടിയിലിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് വേണം, ഇതുപോലെ ഉലുവയും വേണം. പിന്നെ മസാലകളായിട്ട് വേണ്ടത് ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, നല്ല ജീരകം പൊടിച്ചത്, ഉലുവ, കായം, മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് എക്സാക്റ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് അല്ല, ശരിക്കുള്ള മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഇത് ഞാൻ ജസ്റ്റ് മസാലകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ജസ്റ്റ് കാണിച്ചതാണ്. പിന്നെ ശർക്കരപ്പാനി ഉണ്ട്, ശർക്കര ചീകി ചേർത്താലും മതി. എൻ്റെ അടുത്ത് ഇത് അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മാത്രം. പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ മസാലപ്പൊടികളും ഞാൻ ഈ പുളി പിഴിഞ്ഞ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ശർക്കരപ്പാനിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഇത് നന്നായിട്ട് വറ്റി വരണം, ഒന്ന് കുറുകി വരണം. അപ്പോൾ കുറച്ച് സമയമെടുക്കും. അപ്പം ഒരു അരമണിക്കൂർ തൊട്ട് 3/4 മണിക്കൂർ വരെ ചിലപ്പോൾ എടുക്കും. നമുക്ക് നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സ്റ്റെപ്പ് ചെയ്യാം. ഇതാ നമ്മുടെ പുളിയിഞ്ചി ഒരു 3/4 മണിക്കൂർ നേരം ഇപ്പം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഇത് വറ്റി വരും. നമുക്കിപ്പോൾ തൽക്കാലം തീ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിൽ കടുകും വറ്റൽമുളകും ഉലുവയും കൂടി പൊട്ടിച്ച് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത് മൂന്നും ചേർത്ത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവുന്നവരെ അതിനൊന്ന് വറുത്തെടുക്കുക എന്നുള്ളതാണ്. വല്ലാതെ ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല, പക്ഷേ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇത് നമുക്ക് നമ്മുടെ പുളിയിഞ്ചി നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ആ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചീൻ്റെയൊക്കെ മിക്സ്ചർ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് അങ്ങോട്ട് തീ ഓഫ് ചെയ്യല്ല വേണ്ടത്, ഒരു 10 മിനിറ്റ് കൂടി ഇതിനെങ്ങനെ കുക്ക് ചെയ്യണം. അപ്പോൾ ആ ഇഞ്ചിൻ്റെയൊക്കെ ടേസ്റ്റ് ഈ പുളിയിഞ്ചിയിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും ഒക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമ്മളെ പുളിയിഞ്ചി റെഡിയാവും. ഇതിപ്പം ഈ ചട്ടിയിൽ വെച്ചതായതുകൊണ്ട് പ്രത്യേക ടേസ്റ്റാണ്. ചിലർ ഉരുളിയിലാണ് പ്രിപ്പയർ ചെയ്യുക. എങ്ങനെയായാലും ഇത് കുറേ ദിവസം ഇരിക്കുന്ന ഒരു സാധനമാണ്. ഫ്രിഡ്ജിലാണെങ്കിലും ഒരുപാട് ദിവസം കേടാകാതിരിക്കും. പുറത്താണെങ്കിലും 2 ആഴ്ച 2.5 ആഴ്ചയൊക്കെ ഇത് കേടാവാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.